ഹലോ, ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്നുള്ള ഈ ചാപ്റ്ററിന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതൊരു ട്രപ്പീസിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഐസോസിലസ് ട്രപ്പീസിയത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? എന്താണ് ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയുന്നത്? രണ്ട് സൈഡ്സ് പാരലൽ ആയിരിക്കും ആൻഡ് ഈ രണ്ട് സൈഡ്സും സെയിം ലെങ്ത് ആയിരിക്കും അല്ലേ? പക്ഷെ നമ്മൾ ഈ ഒരു ട്രപ്പീസിയത്തേക്ക് വരുമ്പോൾ എന്താണ്, ഈ രണ്ട് സൈഡ്സും പാരലൽ തന്നെ ആയിരിക്കും. പക്ഷേ ഈ രണ്ട് സൈഡ്സും പാരലൽ അല്ലാത്ത, അതായത് സമാന്തരമല്ലാത്ത രണ്ട് ലൈനും തുല്യമായിരിക്കില്ല. ഐസോസിലസ് ട്രപ്പീസിയത്തിന് ഇത് രണ്ടും തുല്യമായിരിക്കും, പക്ഷേ ഇത് നമ്മൾ ട്രപ്പീസിയത്തേക്ക് വരുമ്പോൾ ഇത് രണ്ടും തുല്യമായിരിക്കില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഏരിയ എങ്ങനെ, ഇതിൻ്റെ പരപ്പളവ് എങ്ങനെ കാണാൻ നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു ഇത് എയും ഇത് ബിയും ഈ ഒരു പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എച്ചും ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാഫ് ഇൻറ്റു പരപ്പളവ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ആണല്ലേ? ഇത് നമ്മൾ പഠിച്ചതല്ലേ? ഇനി നമുക്ക് ഇതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പം ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രപ്പീസിയം. ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ? ഇനി എന്താണ്? ഹാഫ് ഇൻറ്റു നമുക്ക് എ തന്നിട്ടുണ്ടോ? ഈസ് ഈക്വൽ ടു 30 തന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് മറ്റൊരു സൈഡും 10 തന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഹൈറ്റ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ നേരെ ഇക്വേഷനിലേക്ക് ഇട്ടുകൊടുക്കാം. 13 ആണ്, ബി 10 ആണ്, അതുപോലെ തന്നെ ഹൈറ്റ് 20 ആണ്. ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 30 + 10 എന്താണ്? 40 അല്ലേ? ഇൻറ്റു 20 ഹൈറ്റ്. 2ഉം 40യും ക്യാൻസൽ ചെയ്താൽ 20 × 20 400 അല്ലേ? അപ്പോൾ ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 400 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് ഈസി അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും ഒരു ട്രപ്പീസിയാണല്ലേ? നമുക്ക് പറഞ്ഞത് ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാൻ. ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാൻ ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ഹൈറ്റ് ആണ്. ഇതിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ആദ്യം നോക്കാം. എ നമുക്ക് തന്നു ആൻഡ് മറ്റൊരു സൈഡ് ബിയും നമുക്ക് തന്നു. രണ്ട് പാരലൽ സൈഡ് നമുക്ക് തന്നു. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടില്ല. നമുക്ക് ഏരിയ കാണാൻ ആ ഒരു ഹൈറ്റും വേണം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്നും തന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഡയഗണൽ, ഈ ഒരു വികരണത്തിൻ്റെ ലെങ്ത്തും നമുക്ക് തന്നിട്ടുണ്ടല്ലേ? അപ്പോൾ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സി ആണെങ്കിൽ നമുക്കിതിൻ്റെ രണ്ട് സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? പൈതഗോറസിൻ്റെ തിയറം അപ്ലൈ ചെയ്യാം അല്ലേ? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു മറ്റേ രണ്ട് സൈഡ്സിൻ്റെ സ്ക്വയറിൻ്റെ അഡീഷൻ ആണല്ലേ? അതായത് എ സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ആണല്ലേ? ഇത് നമുക്ക് എ സി കണ്ടെത്തിക്കൂടെ? കാണാം. എങ്ങനെയാണ്? നമുക്കിതിൽ നിന്ന് ബി സി നമുക്ക് തന്നിട്ടുണ്ട് 13 ആണ്. അപ്പോൾ 13 സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി നമുക്കറിയില്ല പ്ലസ് എ ബി നമുക്കറിയാം എന്താണ്? 12 ആണ്. 12 സ്ക്വയർ. 13ൻ്റെ സ്ക്വയർ എന്താണ്? 169 ആണല്ലേ? ഇനി എ സി സ്ക്വയർ പ്ലസ് 12ൻ്റെ സ്ക്വയറോ? 144 ആണ്. 12 × 12 144 ആണ്. ഇതിൽ നിന്ന് നമുക്ക് എ സി സ്ക്വയർ എന്തായിരിക്കും? 169 മൈനസ് 144 ആണ്. ഇതെന്താണ്? 25 ആണല്ലേ? അപ്പോൾ എ സി സ്ക്വയർ നമുക്ക് 25 എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എ സി കാണാം. √25 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്താണ്? 5 അല്ലേ? അപ്പോൾ നമുക്ക് എ സി എന്ത് കിട്ടി? 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയില്ലേ? ഈ 5 സെൻറ്റിമീറ്റർ എന്താണ്? ഹൈറ്റ് ആണല്ലേ? ഈ രണ്ട് പാരലൽ സൈഡ്സും തമ്മിലുള്ള ഈ ഒരു ദൂരമാണ് ഹൈറ്റ്. അപ്പോൾ നമുക്കിത് 5 സെൻറ്റിമീറ്റർ എന്നും കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടി. എ എന്ത് കിട്ടി? 12 കിട്ടി, ബി 4 കിട്ടി, എച്ച് 5 കിട്ടി. നമുക്കിതിന് ഇക്വേറ്റ് ചെയ്യാം. എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു എ എന്താണ്? 12 ആണ്, ബി എന്താണ്? 4 ആണ്, എച്ച് നമ്മൾ കണ്ടെത്തി 5. 12 + 4 16 അല്ലേ? ഇൻറ്റു 5. 2ഉം 16ഉം ക്യാൻസൽ ചെയ്താൽ 8. 8 × 5 എന്താണ്? 40. അപ്പം ഈ ഒരു ലംബകത്തിൻ്റെ ഏരിയ എന്ന് പറയണത് 14 സെൻറ്റിമീറ്റർ സ്ക്വയറിന് നമുക്ക് കിട്ടി അല്ലേ? ഇത് ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊരു ഹെക്സഗൺ ആണ് നമുക്ക് തന്നത്. ഈ ഒരു ഹെക്സഗണിൻ്റെ പരപ്പളവാണ് ഇനി നമുക്ക് കാണാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിതെങ്ങനെ കാണാൻ നോക്കല്ലേ? നമുക്ക് ഈ ഒരു ഹെക്സഗണിൻ്റെ പകുതി ഇങ്ങനെ വെച്ച് കട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു ട്രപ്പീസിയം കിട്ടുന്നുണ്ട്. ഇതൊരു ഐസോസിലസ് ട്രപ്പീസിയമാണ്. അതായത് ഈ രണ്ട് സൈഡ്സും
സെയിം ആണല്ലേ. അതുപോലെ ഇത് രണ്ടും പാരലലാണ്. അപ്പോൾ നമുക്ക് ഒരു ട്രപ്പീസിയം കിട്ടി. അതുപോലെ തന്നെ വേറൊരു ട്രപ്പീസിയം കിട്ടി അല്ലേ, വേറൊരു ട്രപ്പീസിയം ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 ട്രപ്പീസിയം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെക്സഗണിൻ്റെ ഏരിയ കാണാൻ ട്രപ്പീസിയം 1 പ്ലസ് ട്രപ്പീസിയം 2 കൂട്ടിയാൽ നമുക്കിത് കിട്ടൂലേ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ലംബകത്തിൻ്റെ ഏരിയ കാണാം. ലംബകത്തിൻ്റെ ഏരിയ കാണാൻ എന്തൊക്കെ വേണം? എ വേണം, ബി വേണം, എച്ച് വേണം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ന് നമുക്ക് ഈ ഒരു സൈഡ് നമുക്ക് 7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതായത് ഇത്രയും ഭാഗം നമുക്ക് 7 സെൻറ്റിമീറ്റർ എന്ന് പറയും. പക്ഷേ ഇതും നമുക്കറിയില്ല, ഇതും നമുക്കറിയില്ല. പ്ലസ് ഈ ഒരു ഭാഗം നമുക്ക് 12 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് 24ൻ്റെ പകുതി. ഇതും 12 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുപോലെ ഇതും 12 ആയിരിക്കും, ഇതും 12 ആയിരിക്കും അല്ലേ. 24ൻ്റെ പകുതി ആയിരിക്കും എല്ലായിടത്തും. ഇനി നമുക്ക് ഈ ഒരു ലെങ്ത് നമുക്ക് ഈ 2 സൈഡും കിട്ടിയാൽ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെങ്ത് കണ്ടുകൂടെ. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യല്ലേ. അപ്പോൾ എന്തായിരിക്കും? ഈ ഒരു സൈഡ് ഇത് ABC ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ, ഒരു ബേസിൻ്റെ സ്ക്വയർ പ്ലസ് അടുത്ത ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. AC നമുക്കറിയാം 15ൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു AB ആണ് നമുക്കറിയാത്തത്. AB സ്ക്വയർ പ്ലസ് BC നമുക്കറിയാം എന്താണ്? 12 ആണ്. 12 സ്ക്വയർ. 15ൻ്റെ സ്ക്വയർ എന്താണ്? 225 അല്ലേ. AB സ്ക്വയർ പ്ലസ് 12ൻ്റെ സ്ക്വയർ 144 ആണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് AB സ്ക്വയർ കിട്ടും. 225 മൈനസ് 144 ആണ്. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് 81 ആണ് കിട്ടുക, 81 കിട്ടും. AB സ്ക്വയർ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് AB കാണാൻ എന്താണ്? √81 ആണ്. √81 എന്താണ്? 9 അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് 81 9 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയത്? AB നമുക്ക് കിട്ടി അല്ലേ, 9 സെൻറ്റിമീറ്ററിന് കിട്ടി. ഈ AB തന്നെ ആയിരിക്കും അല്ലേ ഇതെന്ന് പറയണതും. ഇതൊരു ഐസോസിലസ് ട്രപ്പീസിയാണ്, ഒരു സമപാർശ്വ ലംബകമാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ ലെങ്ത് ആയിരിക്കും. ഇതും 9 സെൻറ്റിമീറ്ററിനായിരിക്കും. അപ്പോൾ നമുക്ക് A എന്ന് പറഞ്ഞ ഈ ഒരു സൈഡ് കിട്ടി. എന്താണ് A എന്ന് പറഞ്ഞ ആ സൈഡ്? എന്താണ്? 9 പ്ലസ് 7 പ്ലസ് 9, അതായത് എന്താണ്? 25 സെൻറ്റിമീറ്ററിന് നമുക്ക് കിട്ടി അല്ലേ. നമുക്ക് B എന്ന് പറയുന്ന ഈ സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 7 സെൻറ്റിമീറ്റർ ആണ്. 7 സെൻറ്റിമീറ്റർ ആണല്ലേ. ആൻഡ് നമുക്ക് എന്താണ്? ഹൈറ്റ് നമുക്കറിയാം. ഹൈറ്റ് എന്താണ്? B7 ആണ്. ഹൈറ്റ് നമുക്കറിയാം എന്താ? 12 ആണല്ലേ അല്ലേ. ഈ ഒരു 12 ആണല്ലേ നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ട്രപ്പീസിയത്തേക്ക് നോക്കുമ്പോൾ 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഏരിയ ഓഫ് ട്രപ്പീസിയ നമുക്ക് കാണാം ഹാഫ് ഇൻറ്റു A പ്ലസ് B ഇൻറ്റു ഹൈറ്റ് ആണ്. നമുക്ക് ഇക്വേറ്റ് ചെയ്തെടുക്കാം. A എന്താണ്? 25 അല്ലേ. പ്ലസ് B 7 ആണ് ഇൻറ്റു 12. ഇത് ഇക്വേറ്റ് ചെയ്ത് കൊടുത്താൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക? ഹാഫ് ഇൻറ്റു 25 പ്ലസ് 7 32 ആണ് ഇൻറ്റു 12. 2ഉം 32ഉം ക്യാൻസൽ ചെയ്താൽ 16 ആണല്ലേ നമുക്ക് കിട്ടുക. 16 ഇൻറ്റു 12 എന്താ? നമുക്ക് ചെയ്ത് നോക്കാം. 16 ഇൻറ്റു 12 എന്താണ്? 192 നമുക്ക് കിട്ടും. 192 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 192 സെൻറ്റിമീറ്റർ. അതായത് ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ആണ് നമുക്ക് 192 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നത്. ഈ 2 ട്രപ്പീസിയം കൂടി കൂട്ടിയാലാണ് നമുക്ക് ഈ ഒരു ഹെക്സഗൺ ആവണത്. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ഹെക്സഗൺ എന്തായിരിക്കും? 2 ഇൻറ്റു 192 അല്ലേ. അതായത് ഇതിൻ്റെ സെയിം ഏരിയ തന്നെ ആയിരിക്കും ഇതിനും, കാരണം എല്ലാം ഈക്വൽ ആണ്. ഇതൊരു ഐസോസിലസ് ട്രപ്പീസിയാണ്, ഇതും അതുപോലത്തെ ഐസോസിലസ് ട്രപ്പീസിയാണ്. അപ്പോൾ 2 ഇൻറ്റു 192 ആണല്ലേ. അപ്പോൾ അതെന്താണ്? 384 ആയിരിക്കും. 384 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞ ഈ ഒരു ഹെക്സഗണിൻ്റെ എന്ത് ഏരിയ എന്ന് പറയണത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു വലിയ ഹെക്സഗണാണ്. ഈ 4 കുഞ്ഞു ഹെക്സഗൺ അല്ല, ഈ ട്രപ്പീസിയാണ്. ഇതൊരു വലിയ ട്രപ്പീസിയാണ്. ഈ 4 ചെറിയ ട്രപ്പീസിയം വെച്ചുണ്ടാക്കണ വലിയൊരു ട്രപ്പീസിയാണല്ലേ ഇതെന്ന് പറഞ്ഞത്. ഇത് നമ്മൾ മുമ്പത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് ചതുർഭുജങ്ങളുടെ നിർമ്മിതി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരച്ചൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ വലിയൊരു സൈഡ് 8 തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഈക്വൽ ട്രപ്പീസിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് 4 സെൻറ്റിമീറ്ററും ഈ ഒരു നീളം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്ററും ആയിരിക്കും. ആൻഡ് ഇതും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. അതിൻ്റെ ഈ ഒരു ഭാഗം 4 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഈ ഒരു ഭാഗവും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആൻഡ് ഈ ഒരു ലെങ്ത്തും ഇതിൻ്റെ സെയിം അല്ലേ. അപ്പം ഇതും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നമ്മൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഏരിയ കാണുക?
എടാ നമുക്കപ്പോൾ എന്താ പറയുക എല്ലാ സൈഡ്സും കിട്ടില്ലേ. ഈ എ എന്ന് പറയുന്ന സൈഡ് 8 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് അറിയാം. പിന്നെ ഈ ഒരു സൈഡും കിട്ടി, ബി എന്നും കിട്ടി. അതുപോലെ ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇതെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്താണ് ഹൈറ്റ് അല്ലേ. ഹൈറ്റും 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് ഏരിയ കാണാൻ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ഹൈറ്റില്ലേ. ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി എന്താണ് 8 + 4 ഇൻറ്റു 4. 8 + 4 എന്താണ് 12 അല്ലേ. 12 ഇൻറ്റു 4 2ഉം 12ഉം ക്യാൻസൽ ചെയ്താൽ 6. 6 ഇൻറ്റു 4 എന്താണ് 24 അല്ലേ. അപ്പോൾ ഈ ഒരു വലിയ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ 24 സെൻറ്റിമീറ്റർ സ്ക്വയറിനായിരിക്കും. ഈ ഒരു ട്രപ്പീസിയം നമ്മൾ പറഞ്ഞു മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ ഇന്നപ്പോൾ ഇത്രയാണ് പറയണത് ഇന്നത്തെ ക്ലാസ്സിൽ. ഇതൊക്കെ സെറ്റല്ലേ. ഇനി നമുക്ക് ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ.